എൻ്റെ ചങ്ങാതിമാരെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലോസ്കി മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല കിടുക്കാച്ചി എഗ് സ്റ്റൂ ആണ്. നിങ്ങൾ ചിക്കൻ സ്റ്റൂ കൊണ്ടിട്ടുണ്ടോ, മട്ട സ്റ്റൂ കൊണ്ടുവന്നത്, മുട്ട വെച്ച് സ്റ്റൂ കൊണ്ടിട്ടുണ്ടോ? അത് സാധാരണ ബോൾഡൊക്കെ വെച്ചല്ല, മുട്ട ഡയറക്റ്റ് പൊട്ടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന തകർപ്പ സാധനമാണ്. അപ്പോൾ അന്ന് നോക്കണം, നമ്മുടെ കലാപരിപാടിക്ക് ആദ്യം തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഓൾഗരം മസാല, ബേലീസ്, കാടമണ, പട്ട, ഗ്രാമ്പ്, ഈ വക സാധനം എല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം സവോള നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലിട്ട് നല്ലോണം അങ്ങ് വാട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തല്ലേ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തല്ലേ ലൈക്ക് ചെയ്യും, കമൻറ്റും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ ചങ്ങാതിമാരെ. അതിനുശേഷം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തൊരു മറി പറിക്കുക. അതിനുശേഷം പച്ചമുളക് 2 കറി എടുത്തൊരു മറി പറിക്കുക. അതിനുശേഷം സ്റ്റൈലായിട്ട് കറിവേപ്പിലയും കൂടെ എടുത്തൊരു മറിച്ച ശേഷം ഇവനെ ഒന്ന് ലൈറ്റായിട്ട് വാട്ടിയെടുക്കുക. അതായത് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം, റോസ്റ്റ് ചെയ്യൽ സവോളയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് വാടിയെടുത്താൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിലാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. അവൻ ഏകദേശം പരുവായി വരുമ്പോഴേക്ക് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഇതുപോലെ ചെറുതായി അരിഞ്ഞ ശേഷം അവനെ ഇട്ട് കൊടുക്കുക. അത് തിന്നായിട്ട് അരിഞ്ഞിരിക്കുന്നു കേട്ടോ, തിക്കായിട്ട് അരിയല്ലേ, കാരണം വേവാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. എന്നിട്ട് ഇവനെ ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അവനൊന്ന് വാടി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യം, കാരണം ഇതൊന്ന് വെന്ത് കിട്ടണമല്ലോ. ഒന്ന് വാടി അതിന് ശേഷം ഈ വെള്ളത്തിലിട്ടൊന്ന് വെന്ത് കിട്ടുമ്പോൾ ലേശം ഉപ്പും കൂടെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അവൻ ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2ാം പാൽ തേങ്ങാപ്പാലില്ലേ, 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് അവനെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അപ്പോൾ തിളയ്ക്കുമ്പോഴേക്ക് ഏകദേശം ഇതൊക്കെ ഒന്ന് വെന്ത് ഏകദേശം ഒന്ന് കുഴഞ്ഞൊരു നമുക്ക് നല്ലൊരു പരുവത്തിലുള്ള ഗ്രേവി ആയിട്ട് ഇടും. ആ ഗ്രേവി ആയി വരുമ്പോൾ അതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക, ലേശം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. ലേശം ഗരം മസാലയും കൂടെ ഇട്ട ശേഷം അവനെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല സ്റ്റൈലായിട്ട് മിക്സ് ചെയ്യും. ഇപ്പം തന്നെ നല്ല സ്മെല്ലായിട്ടോ എൻ്റെ ചങ്ങാതി വരുന്നത് കേട്ടോ. അവനങ്ങ് വരുന്ന സമയത്ത് ഇനി അടുത്ത കലാപരിപാടി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ സ്റ്റൈലായിട്ട് പൊട്ടിച്ചങ്ങിടുക. നമ്മൾ പോച്ചിലൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ മുട്ട പച്ചക്കങ്ങ് പൊട്ടിച്ചിടുക. ആ പൊട്ടിച്ചിടുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഈ ബീഫ് ഇടിച്ച ഇതൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അല്ല കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇനി ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ മുട്ടയൊക്കെ ഏകദേശം ഇതുപോലെ പൊട്ടിച്ചിടുക. മുട്ട പൊട്ടിച്ചിട്ട ശേഷം അവനൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് മുട്ട ഈ പോച്ചിലൊക്കെ ആവില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പരുവത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. അവനൊന്ന് ഏകദേശം ഈ ഒരു പരുവത്തിലാകെ ആയി വരുമ്പോഴേക്ക് ഇനി മുകളിലേക്ക് ലേശം ഗ്രേവിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയൊക്കെ ഒഴിച്ച ശേഷം അവൻ ഏകദേശം പരുവായി. ഇനി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. ഇതിലേക്ക് ലേശം ഇതുപോലെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്ലോ മോഷനിൽ അവനെ അങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. അവനങ്ങ് സ്ലോ മോഷനിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇതുപോലെ വാരി വിതറുക. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ എടുത്തത് ഇതിൽ മുകളിലേക്ക് ഒഴിക്കുക. എൻ്റെ ചങ്ങാതി ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല. ഈ സാധനമൊക്കെ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. നല്ല കിടുക്കാച്ച അപ്പം കൂടെ ഉണ്ടെങ്കിൽ ആ അപ്പത്തിൻ്റെ മുകളിലേക്ക് ഇവനിങ്ങനെ സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക. കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി. ഒന്നും നോക്കണ്ട, ഒരു 2-3 മുട്ട ഉണ്ടെങ്കിൽ ഈ സാധനം ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്, കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതറുക, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഹോം മെയ്ഡ് അച്ചാറുകൾ വേണ്ടവർ മേടിക്കാൻ മറക്കല്ല്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ അച്ചാറും കൂടെ വെച്ചിട്ട് ഇളക്കി ഒരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് രക്ഷയില്ലല്ലേ.